അഡ്വക്കേറ്റ് ശങ്കട്ടിദാസ്, ഇപ്പോൾ സർക്കാർ ഇതിനെ ഒരു വരുമാന മാർഗമായി കാണുന്നുണ്ടോ എന്നുള്ളതാണ് BJP ഉയർത്തിയ ഒരു ചോദ്യം. അങ്ങ് അടക്കം ഈ ചർച്ചയിലടക്കം ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, സർക്കാരിന് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട വരുമാനം ആവശ്യമുണ്ട്. സർക്കാരിന് അങ്ങനെ ഏകപക്ഷമായി ഈ ബജറ്റ് അലോക്കേഷന് പുറത്ത് നിന്ന് എടുത്തു കൊടുത്താൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ദേവസ്വം ബോർഡാണ് ഇത് നടത്തുന്നത്. ദേവസ്വം ബോർഡിൻ്റെ മാത്രം പണമോ അല്ലെങ്കിൽ മറ്റ് ഈ സ്പോൺസർഷിപ്പിലൂടെയുള്ള പണമോ ഒക്കെ സമാഹരിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പോൾ കേരളീയമൊക്കെ നടത്തിയ മാതൃകയിൽ സ്പോൺസർഷിപ്പിലൂടെ എന്നുള്ളത്. ഈ കാര്യങ്ങളെ മുഴുവൻ സംശയദൃഷ്ടിയോടുകൂടി കാണുകയും ഇത് മുഴുവൻ രാഷ്ട്രീയ നാടകമാണ് എന്ന് തള്ളിപ്പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് ആകെ പറയാനുള്ളത് ഈ വിശ്വാസത്തിൻ്റെ കാര്യം മാത്രമാണ്. അവിടെ എന്തെങ്കിലും വികസനം നടക്കുന്നതിനോട് BJPക്ക് എതിർപ്പുണ്ടോ? നോക്കൂ, ശബരിമലയിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടിയിരുന്ന വികസനം 2017 പ്രളയത്തിന് ശേഷം ശബരിമലയിലെ അടിസ്ഥാന സൗകര്യം ആകെ താറുമാറായി കിടക്കുകയാണ്. അവിടെ തീർത്ഥാടകർക്ക് വിരിവെക്കാനുള്ള സൗകര്യമില്ല. അവിടെ പോകുന്ന വഴിയിൽ മുഴുവൻ ഇപ്പോഴും അവിടെ മണൽ കൂമ്പാരങ്ങളും കൂനകളും നിൽക്കുകയാണ്. അവിടെ തീർത്ഥാടകർക്ക് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം പോലും ഇല്ല. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് അവിടെ എങ്ങനെയാണ് ആളുകൾ വിരിവെക്കാൻ കഴിയാണ്ട് ബുദ്ധിമുട്ടിയതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഈ കാര്യത്തിലൊന്നും ഇന്ന് വരെയായിട്ട് യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. നേരെ തിരിച്ചൊരു വലിയ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ഘട്ടത്തിൽ ഒരു വിശ്വാസ സംഗമം നടത്തി അതിൻ്റെ പേരിൽ സ്പോൺസർഷിപ്പായിട്ട് പണം പിരിക്കുന്നത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ വേണ്ടിയല്ല എന്ന് സ്വാഭാവികമായിട്ട് ആളുകൾ സംശയിച്ചാൽ അതിലെങ്ങനെയാണ് തെറ്റ് പറയുന്നത്? കഴിഞ്ഞതിന് മുൻപത്തെ തീർത്ഥാടന കാലത്തിൽ വലിയ പരാതിയുണ്ട്, ശരിയാണ്. അതിനുശേഷമുള്ള തീർത്ഥാടന കാലത്ത് പരാതികൾ ഈ പറയുന്നത് പോലെ നാമമാത്രം എന്ന നിലയ്ക്ക് വേണമെങ്കിലും പറയാൻ കഴിയുന്ന ഒന്നാണ്. ഇനി ഒരു തീർത്ഥാടന കാലത്തിനിടയ്ക്കാണ് ഈ പറയുന്ന ഒരു വേദി ഉണ്ടാകുന്നത് ആളുകൾക്ക് പ്രശ്നങ്ങൾ പറയാൻ. അപ്പോൾ അത് അടുത്ത തീർത്ഥാടന കാലത്തേക്കുള്ള ചുവടുവയ്പ്പാണെന്ന് കണ്ടുകൂടെ? ഇത് എല്ലാത്തിനെയും നെഗറ്റീവായി മാത്രം കാണേണ്ടതുണ്ടോ? നോക്കൂ, ഒരു കാര്യത്തെ നമ്മൾ എപ്പോഴാണ് സംശയത്തോടുകൂടി കാണുന്നത്? ആ കാര്യം നടത്തുന്ന ആളുകൾക്ക് മുൻപ് നമുക്കെതിരെ തെറ്റായ രീതിയിൽ ഇടപെട്ട പരിചയമുള്ളപ്പോഴാണ്. ഇവിടെ ഈ ചർച്ചയിൽ വിശ്വാസികളുടെ പക്ഷത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം മാധു സജി ആണെങ്കിലും ശ്രീ രാഹുൽ ഈശ്വർ ആണെങ്കിലും കുറച്ച് മുമ്പ് സംസാരിക്കുമ്പോൾ അതിൻ്റെ പൊതുവിലൊരു ടോൺ എന്താണെന്ന് വെച്ചാൽ മുൻപ് ഉണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് പല സംഘർഷങ്ങളുണ്ടായി, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായി, അന്ന് അറസ്റ്റ് ഉണ്ടായി, കേസ് ഉണ്ടായി, സാമൂഹ്യ പ്രശ്നം ഉണ്ടായൊക്കെ ശരി. അതവിടെ മാറ്റി വെച്ചിട്ട് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തെ നമുക്ക് ചെയ്തുകൂടെ എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇത് രണ്ടും സംഘടിപ്പിക്കുന്നത് ഒരേ ആളുകളാകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും അടിച്ചവനെ പിടിച്ചു വിട്ടരുത് പറയും. അതായത് ഇപ്പോൾ ഞാനൊരു ദിവസം സുപ്രഭാതത്തിൽ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളെ മൃഗീയമായിട്ട് ആക്രമിക്കുകയും നിങ്ങളെ നിലത്തിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ടൊരു 10 വർഷം കഴിഞ്ഞാൽ കഴിഞ്ഞതെല്ലാം മറന്നേക്കും, എൻ്റെ വീട്ടിൽ പിറന്നാൾ ഉണ്ടാകും, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാർ സ്പോൺസേഡ് എന്ന നിലയ്ക്ക് ആണ്. പോലീസ് ആരുടെ നിയന്ത്രണത്തിലാണ്? പോലീസ് എന്താണ് അവിടെ ചെയ്തത്? പോലീസ് വളരെ പ്രൊആക്റ്റീവ് ആയിട്ട് പമ്പയിൽ നാമജപഘോഷയാത്ര നടത്തുകയായിരുന്ന ആളുകളെ മനോജ് എബ്രഹാം IPSന്റെ നേതൃത്വത്തിൽ വേർഡിക്റ്റ് ആണ്. അത് സർക്കാരിനത് ബാധകമാണ്. അവിടേക്ക് ആളുകൾ വരികയാണെങ്കിൽ അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറുമ്പോഴാണ് പോലീസ് അതിൽ ഇടപെട്ടത്, അല്ലേ? നോക്കൂ, ഇവിടെ തുടർച്ചയായിട്ട് ഉന്നയിക്കപ്പെടുന്ന നിങ്ങൾ ഉന്നയിക്കുന്നതും നിങ്ങൾ എത്തിക്കുന്നതും അതിലേക്ക് മാത്രമാണ്. എന്നെ പറയാൻ സമ്മതിക്കൂ. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സംസാരിക്കുമ്പോഴും പറഞ്ഞത്, നിങ്ങൾ പറയുമ്പോഴും പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ വിധിയാണ്. ആ വിധി നടപ്പാക്കാൻ, അതായത് യുവതീ പ്രവേശനം നടത്താൻ സർക്കാർ ബാധ്യസ്ഥരായിരുന്നു എന്നുള്ളതാണ്. അല്ല, സുപ്രീം കോടതിയുടെ 2018 സെപ്റ്റംബർ 28 വിധി ഒരു ഡിക്ലറേറ്ററി ജഡ്ജ്മെന്റ് ആയിരുന്നു. എന്തായിരുന്നു ജഡ്ജ്മെന്റ്? ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ റൂൾ 3B അസാധുവാണ്. ഹിന്ദു പ്ലേസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ആക്ടിലെ റൂൾ 3ൽ ക്ഷേത്രപ്രവേശനത്തിലുള്ള നിരവധി മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. റൂൾ 3A അഹിന്ദു, അവർക്ക് പ്രവേശനമില്ല. റൂൾ 3B എന്തെങ്കിലും തരത്തിൽ ഡ്രഗ്സോ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളോ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ, കുലവാലായ്മകളുള്ള ആളുകൾ. അതിൽ റൂൾ 3Bയിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊവിഷനാണ് വിമൺ അറ്റ് സച്ച് ടൈംസ് ഹൂ ബൈ കസ്റ്റം ഓർ യൂസേജ് ആർ പ്രിവെന്റഡ് ഫ്രം എൻട്രിങ് ദ ടെമ്പിൾ. അതായത് ആചാരപരമായോ സമ്പ്രദായപരമായോ ക്ഷേത്രത്തിൽ കയറാൻ വിലക്കുള്ള സമയങ്ങളിലെ സ്ത്രീകൾ. ഈ പ്രൊവിഷൻസ് കോടതി എടുത്തു കളഞ്ഞു, റൂൾ 3B എടുത്തു കളഞ്ഞു. അതോടുകൂടി സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറണമെങ്കിൽ ആചാരത്തിൻ്റെയോ സമ്പ്രദായത്തിൻ്റെയോ വിലക്ക് അവിടെ ബാധകമല്ലാതായി. അതല്ലാതെ ഒരു യുവതിയെ ഈ തീർത്ഥാടന കാലത്ത് ശബരിമലയിലെ സന്നിധാനത്ത് കൊണ്ടുപോയിട്ട് ഈ വിധി നടപ്പാക്കണമെന്നൊരു ഡയറക്ഷൻ അവിടെ ഇല്ല. വളരെ കൗശല ബുദ്ധിയോടുകൂടി കൊണ്ടുവന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. സർക്കാർ അവിടെ യുവതീ പ്രവേശനം നടത്താൻ ശ്രമിച്ചു എന്നാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത്. അതിനെ ഞങ്ങൾ ചെറുത്തുവെന്നും, സർക്കാർ അവിടെ യുവതീ പ്രവേശനം നടത്താൻ, ശരി കോടതിയുടെ വിധി വന്നല്ലേ, വരൂ, നിങ്ങൾ ഇഷ്ടമുള്ളവരൊക്കെ വരൂ, സർക്കാർ പിന്തുണ നൽകാം എന്ന നിലയ്ക്ക് അതിനെ ആവിഷ്കരിച്ചിട്ടില്ല. അങ്ങ് നേരത്തെ സംഘടിപ്പിച്ചു എന്ന വാക്ക് പ്രയോഗിച്ചതും വളരെ ലക്ഷ്യബോധത്തോടു കൂടിയാണ് അഡ്വക്കേറ്റ് ശങ്കുടിദാസ്. അങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി സർക്കാർ അനൗൺസ് ചെയ്ത് വരൂ, നിങ്ങൾ എല്ലാവരും വരൂ, ഞങ്ങൾ കൊണ്ടുപോകാം, ഇനിയിപ്പോൾ കോടതിയിൽ ഉത്തരവുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, വരൂ, ഇത് ഞങ്ങളുടെ രാഷ്ട്രീയമാണെന്ന നിലയ്ക്ക് ഒരു പ്രൊക്ലമേഷനോട് നടത്തിയിട്ടില്ല. ആ നിലയ്ക്കാണ് അങ്ങ് സംസാരിക്കുന്നത്. ചോദ്യം അവസാനിച്ചോ? ഞാൻ 2 മിനിറ്റ് എടുത്ത് അതിന് മറുപടി പറഞ്ഞോട്ടെ. അതായത്
വളരെ കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ സർക്കാരിനുള്ളൊരു വിധി ഉണ്ടായിരുന്നു. അത് സഭാതർക്കവുമായി ബന്ധപ്പെട്ട് പിറവം പള്ളിയുമായി ബന്ധപ്പെട്ട കേസിൽ ആ ഇന്ന ആരാധനാലയം ഇന്ന വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ ഇത്രാം തീയതിക്കുള്ളിൽ നടപടി സ്വീകരിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ടറി ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റ് പിറവം കേസിലുണ്ടായിരുന്നു. ആ കേസിൽ സർക്കാർ വിധി പാലിച്ചില്ലെന്ന് മാത്രമല്ല രണ്ട് കൂട്ടരെയും വിളിച്ചിരുത്തി സമവായത്തിന് ശ്രമിച്ചു. ആ കാര്യത്തിൽ സർക്കാരിനെതിരെ കോടതിയലക്ഷ്യത്തിന് നടപടി ഉണ്ടായി. കോടതിയലക്ഷ്യത്തിന് നടപടി ഉണ്ടായപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങൾ സമവായത്തിന് ശ്രമിക്കുകയാണ്. ശബരിമലയിലെ ഹിന്ദു സംഘടനകൾ പറഞ്ഞ എന്താണ്? ഞാൻ പറയട്ടെ, ശബരിമലയിലെ ഹിന്ദു സംഘടന പറഞ്ഞ എന്താണ്? ഈ വിധി അടിയന്തരമായി നടപ്പാക്കരുത്, ഈ വിധി അടിയന്തരമായി നടപ്പാക്കിയിട്ട് തീർത്ഥാടന കാലത്ത് സംഘർഷത്തിന് ശ്രമിക്കരുത്, ഇവിടെ ഒരു സമവായത്തിനുള്ള ശ്രമം വേണം, എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയിരുത്തി ആലോചനയുടെ അടിസ്ഥാനത്തിൽ വേണം നടപടിയെടുക്കാൻ. അവിടെ സമവായത്തിന് പോലും സർക്കാർ തയ്യാറായിരുന്നില്ല. അവിടെ സർക്കാർ സംഘർഷത്തിന്റെ മാധ്യമം ഉപയോഗിച്ചു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഈ ബിന്ദു അമ്മണിയും കനകദുർഗയും ക്ഷേത്രപ്രവേശനം നടത്തിയല്ലോ. എങ്ങനെയാണ് ഇവർ ക്ഷേത്രപ്രവേശനം നടത്തിയത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജനുവരി 1-ാം തീയതി വനിതാ മതിൽ സംഘടിപ്പിച്ച് ജനുവരി 2-ാം തീയതി രാത്രി ഇവരെ പുരുഷവേഷം ധരിപ്പിച്ച് മുടി വെളുപ്പിച്ച് വൃദ്ധകളാണെന്ന് വരുത്തിച്ച് ഇവരെ രാത്രി പോലീസാണ് കയറ്റിക്കൊണ്ടുപോയത്. ഇതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തത് പോലീസാണ്. ആ വീഡിയോയിൽ ശ്രീ എന്താണ് ധരിപ്പിച്ചു, മേക്കപ്പ് ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞ ആരാണ് അവരെ പ്രവേശിപ്പിച്ചത്? ആ വീഡിയോയിൽ ബിന്ദുമണി വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങളുടെ വീഡിയോ എടുക്കണം, കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് പുറത്ത് കാണിക്കാനുള്ളത് തെളിവാണ്. അപ്പൊ ഈ വീഡിയോ എടുക്കുന്ന പോലീസുകാരൻ പറയുന്നു അതൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വേഗം പുറത്ത് കിടക്കാൻ ശ്രമിക്കൂ, ഇങ്ങനെ പറയുന്നുണ്ട്.